ഈ മാർച്ച് ഇവര് കഴിഞ്ഞ ദിവസം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയല്ലോ, രാഹുൽ മാങ്കുടിന്റെ ഓഫീസിൽ മാർച്ച് നടത്തിയല്ലോ. അപ്പൊ പോലീസ് എന്തായിരുന്നു ഈ മൂത്തന്തര സ്കൂൾ 5 ബോംബ് കണ്ടെത്തിയല്ലോ. ഈ പോലീസ് എന്താ കാട്ടി? കൈകെട്ടി നോക്കി നിന്ന് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകര് സഹ കൗൺസിലർ തലയിൽ പൊളിച്ചിരിക്കുകയാണ്. ഇതിന് പ്രതിഷേധിക്കും. ഒരു പോലീസ് ബലം ഉപയോഗിക്കുകയാണെങ്കിൽ അതേ നാളത്തെ തന്നെ പാർട്ടി തിരിച്ചെടുക്കും. വളരെ സമാധാനപരമായി നടത്തിയ സമരമാണ്. ഏറ്റവും നാണം കെട്ടൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർ എന്തിരിക്കണം? അതെ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കേസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നടത്തിയ സമരത്തിനകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലറെ ബഷീറിനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു. പക്ഷെ അതിനുള്ള മറുപടി തന്നിരിക്കും. അത് പോലീസ് ഒന്ന് ഓർത്തോ, 7 മാസം കൂടിയേ ഉള്ളൂ. തിരിച്ച് ഞങ്ങൾ അതിനുള്ള 10 മടങ്ങ് മറുപടി തന്നിരിക്കും. പോലീസ് എല്ലാവരെയും മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്ന നീക്കമാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിനെ പെട്ടെന്ന് തന്നെ അവരെ ക്ലിയർ ചെയ്യാനാകും. കാരണം വളരെ വിരലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും പ്രതിഷേധം സമരത്തിനിടയിൽ ഒരു കൗൺസിലർക്ക് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പാലക്കാട് നടക്കുന്നത്. പ്രവർത്തകർ ഏറെ നേരം റോഡടക്കം ഉപരോധിച്ചു. ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ രാഹുൽ മാങ്കുടിയിൽ രാജി ആവശ്യപ്പെട്ട് സമാനമായി BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകൃഷ്ണകുമാറിന്റെ പരാതി വരുമ്പോൾ അതേ നാണയത്തിൽ പ്രതിഷേധം കൊണ്ട് അതേ തിരിച്ചടി നൽകാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് കളമറിയാനുള്ള ശ്രമത്തിൽ കോൺഗ്രസ് അതിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധമാണ് ചെറിയ രീതിയിൽ സംഘർഷഭരിതമായത്. ഇപ്പോൾ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പ്രവർത്തകർ താരതമ്യേന എണ്ണത്തിൽ കുറവാണെങ്കിലും പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതെ, അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പാലക്കാട് നഗരസഭയിലെ 2 കൗൺസിലർമാരെയാണ്. മൻസൂറ അതുപോലെ വിപിൻ, ഈ 2 കൗൺസിലർമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബഷീറിനെ വളരെ ശ്രമകരമായാണ് പോലീസ് കയറ്റുന്നത്. അകത്തേക്ക് തള്ളിയാണ് കയറ്റുന്നത്. നഗരസഭാ കൗൺസിലർ വിപിനെയും അവിടേക്ക് തള്ളിക്കയറ്റുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് കാര്യമായ രീതിയിൽ ബലം പ്രയോഗിച്ചു. ഇപ്പോൾ അവരെല്ലാവരെയും തന്നെ പോലീസ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. ഇനി BJPയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആശങ്കയുണ്ട്. ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങിയാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് കാര്യമായ രീതിയിലുള്ള പ്രശ്നമാവും. സുഹൈൽ, പോലീസിന്റെ ഇരട്ടത്താപ്പെന്ന ആരോപണമടക്കം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ച BJP പ്രതിഷേധങ്ങളൊന്നും കാണാത്ത രീതിയിലൊരു പ്രതിരോധം തീർക്കൽ കോട്ടകെട്ടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ഇപ്പോൾ അറസ്റ്റ് നടപടികളടക്കം നമുക്കത് ദൃശ്യമാകുന്നുണ്ട്. ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണെന്ന് മനസ്സിലാക്കുന്നു. പോകുന്ന വഴിക്ക് ജീപ്പ് ഇടുന്ന വഴിക്ക് തലയ്ക്ക് ഒരു കൊട്ടൊക്കെ കൊടുത്താണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ ഇരട്ടത്താപ്പടക്കം ഈ പറയുന്ന പ്രവർത്തകർ ആരോപണം ഉയർത്തുന്നുണ്ടല്ലോ പ്രതിഷേധങ്ങൾക്കിടയിലും. തീർച്ചയായും ഇപ്പോൾ മാർച്ചുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി പെട്ടെന്ന് തന്നെ മാറ്റുകയാണ് പോലീസ്. ഇനി വാഹന ഗതാഗതം പൂർണ്ണമായി പഴയ നിലയിലാക്കണം. അത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. വനിതാ കൗൺസിലർമാരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനുശേഷം പോലീസ് റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകരെ വളരെ ബലം പ്രയോഗിച്ച് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. പോലീസും ഇപ്പോൾ റോഡിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇനി BJPയുടെ സമരം അത് ഏത് തരത്തിലേക്ക് നീങ്ങുമെന്ന് ആശങ്ക പോലീസിനുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പോലീസ് ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നത്. BJP വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണകുമാറിനെതിരെ ബന്ധുവായ യുവതി നൽകിയ പരാതി, ആ പരാതിക്ക് പിന്നാലെയാണ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളെ തിരിച്ചുവിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണകുമാറിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രവർത്തകരെ നീക്കിയിട്ടുണ്ട്. കൗൺസിലർമാരെ അടക്കം അറസ്റ്റ് നീക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.